ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ ചുരുക്കത്തിൽ. കരൂരിൽ നടൻ വിജയുടെ തമിഴക വെട്രി കഴകം റാലിയിൽ തിക്കിലും തിരക്കിലും വിട്ട് മരിച്ചത് 39 പേർ. 111 പേർ ചികിത്സയിൽ, 17 പേരുടെ നില ഗുരുതരം. പരിക്കേറ്റവരെ സന്ദർശിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ, അനുശോചിച്ച പ്രധാനമന്ത്രി. കരൂർ ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് തമിഴ്നാട് സർക്കാർ. TVK നേതാക്കൾക്കെതിരെ കേസ്. റിപ്പോർട്ട് തേടി കേന്ദ്ര സർക്കാർ. തമിഴക വെട്രി കഴകം പരിപാടി സംഘാടനത്തിൽ ഗുരുതര വീഴ്ച. അനുമതി തേടിയത് 10,000 പേരുടെ പരിപാടിക്ക് പങ്കെടുക്കാനെത്തിയത് 50,000-ഓളം പേർ. പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് തമിഴ്നാട് DGP. കൂടുതൽ നടപടി ജുഡീഷ്യൽ അന്വേഷണത്തിന് ശേഷമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി. ആരെ അറസ്റ്റ് ചെയ്യും, ആരെ അറസ്റ്റ് ചെയ്യില്ല എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും എം കെ സ്റ്റാലിൻ. പോലീസ് വീഴ്ചയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയില്ല. ഉത്തരാഖണ്ഡിലെ ദരാലിയിലുണ്ടായ മേഘവി സ്ഫോടനത്തിൽ കാണാതായ 67 പേരെ മരിച്ചതായി പ്രഖ്യാപിച്ച ആഭ്യന്തര മന്ത്രാലയം. നടപടി ദുരന്തമുണ്ടായി 52 ദിവസം കഴിഞ്ഞിട്ടും ഇവരെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ പ്രഖ്യാപനം നിലവിലെ ജനന മരണ ആക്ടിലെ വ്യവസ്ഥകൾ മറികടന്ന്. ഭൂട്ടാൻ വാഹനക്കടത്തിന് പിന്നിൽ വൻ രാജ്യാന്തര വാഹന മോഷണ സംഘം. ഭൂട്ടാൻ പട്ടാളം ലേലം ചെയ്തെന്ന പേരിൽ കേരളത്തിൽ മാത്രം കഴിഞ്ഞ 5 വർഷത്തിനിടെ വിറ്റത് 200ഓളം വാഹനങ്ങൾ. സിനിമാ താരങ്ങൾ അടക്കമുള്ളവരെ ഇടനിലക്കാർ തെറ്റിദ്ധരിപ്പിച്ചെന്നും കസ്റ്റംസ്. തിരുവനന്തപുരത്തെ BJP കൌൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ കൂടുതൽ വിവരശേഖരണത്തിന് അന്വേഷണ സംഘം. കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. ഫാം ടൂറിസം സംഘവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പരിശോധിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാജ്ഭവനിലേക്ക് പങ്കെടുക്കുന്നത് ഇൻഹൌസ് മാഗസീനായ രാജഹംസിന്റെ പ്രകാശന ചടങ്ങിൽ. സന്ദർശനം സർവകലാശാല വിഷയത്തിൽ ഗവർണറുമായി നിയമയുദ്ധം തുടരുന്നതിനിടെ. ലഡാക്കിൽ ക്രമസമാധാനം ചർച്ച ചെയ്യാൻ ലഫ്റ്റനന്റ് ഗവർണറുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം. സാമൂഹിക ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കവിന്ദർ ഗുപ്ത. കർഫ്യൂവിൽ ഇളവ്. ബീഹാറിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച BSP. പാർട്ടി അധ്യക്ഷ മായാവതി പ്രഖ്യാപിച്ചത് ബാബുവ, മൊഹാനിയ, രാംഗഡ് എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ. 243 നിയമസഭാ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പ്രഖ്യാപനം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട അതിശക്തമായ മഴ തുടരുന്നു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലയോര തീരദേശ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ആലപ്പുഴ ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ സെബാസ്റ്റ്യന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. പ്രതിയുമായി പള്ളിപ്പുറത്തെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ്. കസ്റ്റഡി കാലാവധി ഈ മാസം 30 വരെ. കോഴിക്കോട് അത്തോളിയിൽ പനയിൽ നിന്നും വീണ യുവാവ് മരിച്ചു. മരിച്ചത് അന്നശ്ശേരി സ്വദേശി സുബീഷ്. പ്രാർത്ഥനയും നേർച്ചയും നടത്തണമെന്ന പേരിൽ സ്വർണം കവർന്ന സംഘം തൊടുപുഴയിൽ പിടിയിൽ. അറസ്റ്റിലായത് 4 പേർ. 66-കാരിൽ നിന്ന് കവർന്നെടുത്തത് 8 ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ. ഏഷ്യാകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ കലാശപ്പോര്. 9ാം കിരീടം ലക്ഷ്യമിട്ട ഇന്ത്യ. നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ പാകിസ്ഥാൻ. ഇന്ത്യ പാക് ഫൈനൽ 41 വർഷത്തെ ഏഷ്യാകപ്പ് ചരിത്രത്തിൽ ആദ്യം. മത്സരം രാത്രി 8 മണിക്ക്. പ്രീമിയർ ലീഗിൽ ആഴ്സണൽ ഇന്ന് കളത്തിൽ. ന്യൂകാസിലാണ് എതിരാളികൾ. മത്സരം ഇന്ത്യൻ സമയം രാത്രി 9-ന്. ആസ്റ്റൺ വില്ല ഫുൾഹാം പോരാട്ടവും ഇന്ന്. ലാലിഗയിൽ ബാഴ്സലോണ ഇന്നിറങ്ങും. റയൽ സൊസൈദദാണ് എതിരാളികൾ. മത്സരം ഇന്ന് രാത്രി 10 മണിക്ക്. റയോ വയ്യക്കാനോ സെവിയയെ നേരിടും. എൽസെ സെൽറ്റ വിഗോയ്ക്കും റിയൽ ബെറ്റിസിനും മത്സരം.